കഴിഞ്ഞ 27-ന് രാത്രി 10 മണിക്ക് ക്യൂൻസ് വാക്ക്വേയിൽ കാർ തല്ലി തകർക്കുകയും യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത പ്രതികളെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ കാറിൽ പിന്തുടർന്നെത്തിയ ഈ യുവാക്കൾ കാറിലുണ്ടായിരുന്ന 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. വൈപ്പിൻ ഭാഗത്തെ ഒരു കടയിലൊരു സംഘർഷമുണ്ടായി. അവിടെ വെച്ച് അവരുടെ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ ഈ കാറിലേക്ക് ഇവർ വലിച്ചു കയറ്റി കൊണ്ടുവന്നു. അയാളെ രക്ഷിക്കുവാനായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത്. ഈ കാർ ഇവിടെ തടഞ്ഞു വെക്കുകയും പിന്നീട് വലിയ കല്ലുകളൊക്കെ എടുത്ത് ആ കാറിന് മുകളിലേക്ക് എറിയുകയും ചില്ലുകൾ മുഴുവൻ തല്ലി തകർക്കുകയും ബോണറ്റ് ഉൾപ്പെടെയുള്ളവ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തലയ്ക്കാണ് പരിക്കേറ്റത്. നമസ്കാരം. കഴിഞ്ഞ 27-ന് രാത്രി 10 മണിക്ക് ക്യൂൻസ് വാക്ക്വേയിൽ കാർ തല്ലി തകർക്കുകയും യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത പ്രതികളെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പുതുവൈപ്പിൽ സ്വദേശികളായിട്ടുള്ള പ്രശാന്ത്, പ്രജിത്ത് എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കൊപ്പം മറ്റൊരു യുവാവിനെ കൂടി പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ ക്യൂൻസ് വാക്ക്വേയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 27-ന് രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ കാറിൽ പിന്തുടർന്നെത്തിയ ഈ യുവാക്കൾ കാറിലുണ്ടായിരുന്ന 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. അതേസമയം ഈ അറസ്റ്റിലായ പ്രതികൾ പറയുന്നത് ഈ വൈപ്പിൻ ഭാഗത്തെ ഒരു കടയിലൊരു സംഘർഷമുണ്ടായി. അവിടെ വെച്ച് അവരുടെ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ ഈ കാറിലേക്ക് ഇവർ വലിച്ചു കയറ്റി കൊണ്ടുവന്നു. അയാളെ രക്ഷിക്കുവാനായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത് എന്നാണ്. ഇത് സംബന്ധിച്ച് ഈ അറസ്റ്റിലായ പ്രതികൾ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുളവുകാട് പോലീസിൽ പരാതിയുമായി എത്തിയപ്പോഴാണ് അവിടെ മുളവുകാട് പോലീസ് അവരെ തടഞ്ഞു വെക്കുകയും പിന്നീട് സെൻട്രൽ പോലീസിന് കൈമാറുകയും ചെയ്തത്. എന്തായാലും വലിയ ഒരു അക്രമം തന്നെയാണ് ക്യൂൻസ് വാക്ക്വേയിൽ നടന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ കാർ ഇവിടെ തടഞ്ഞു വെക്കുകയും പിന്നീട് വലിയ കല്ലുകളൊക്കെ എടുത്ത് ആ കാറിന് മുകളിലേക്ക് എറിയുകയും ചില്ലുകൾ മുഴുവൻ തല്ലി തകർക്കുകയും ബോണറ്റ് ഉൾപ്പെടെയുള്ളവ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കൾ 2 പേരാണ്. അവർ കടവന്ത്ര സ്വദേശികളാണെന്നാണ് പറഞ്ഞത്. അവർക്ക് അതിക്രൂരമായാണ് മർദ്ദനമേറ്റത്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തലയ്ക്കാണ് പരിക്കേറ്റത്. ഈ യുവാക്കളും മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അത് മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞതാണ്. അത്തരത്തിൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് പോലീസ് ഇതിൽ സ്വമേധയാ കേസെടുക്കുന്നത്. അതിനുശേഷമാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നതും പിന്നീട് ഇന്ന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും. എന്തായാലും ഇവർക്കൊപ്പം ഒരാളെ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അയാളുടെ പേര് വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ കാറിൽ എത്തിയ യുവാക്കൾ വൈപ്പിനിൽ നിന്നും ഒരു യുവാവിനെ ആ കാറിലേക്ക് കയറ്റി കൊണ്ടുവന്ന് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൻ പ്രകാരമാണ് അവർ പിന്തുടർന്നെത്തി ഇവിടെ വലിയ അക്രമം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ ഈ പ്രതികളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.